ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തംബ്നെയിൽ കണ്ടോളെ തന്നെ ഇന്ന് നമ്മൾ കാശ്മീർ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ഡേ 1 ആണ് കേട്ടോ. കാശ്മീർ എത്തുന്ന ആ ഒരു ട്രാവൽ വ്ളോഗ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രാവൽ വ്ളോഗൊക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു വീഡിയോ കണ്ടോക്കാം കേട്ടോ. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പം നമ്മളെ കാശ്മീർ എത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണിന്ന്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഹൗസ് ബോട്ടിലാണ് കേട്ടോ സ്റ്റേ ആക്കുന്നത്. അത് ഓൾറെഡി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ രാവിലെ തന്നെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ഓംലെറ്റും ബ്രെഡും ആയിരുന്നു കേട്ടോ, അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുളിച്ച് ഒരുങ്ങി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ അവിടെ തന്നെ സ്പെഷ്യലായിട്ടുള്ള ഒരു ടീയും ആയിരുന്നു. ഞാൻ പിന്നെ ചായ കുടിക്കാത്തതുകൊണ്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ല, വെള്ളം മാത്രം കുടിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങി ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ഹൗസ് ബോട്ട്. നമുക്ക് പുറമെ 3 കപ്പിൾസ് അവിടെ ഉണ്ട് കേട്ടോ. നമ്മളും കൂടിയിട്ട് 3 കപ്പിൾസാണ് നമ്മൾ ഈ ഹൗസ് ബോട്ടിൽ സ്റ്റേ ആക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇവിടെ അപ്പുറത്തെ ഹൗസ് ബോട്ടിലാണ് സ്റ്റേ ആക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയിലെത്തി, വാനാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കയറി, കപ്പിൾസും ഉണ്ട്, അതുപോലെ തന്നെ സിംഗിളായിട്ട് വന്ന ആൾക്കാരുണ്ട്. ഇത് നമ്മൾ ടൂർ പാക്കേജ് എടുത്തതാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ജാമിയ മസ്ജിദിലോട്ടാണ്. അപ്പം അവിടെ പോകുന്ന ആ ഒരു വഴിക്കുള്ള കാഴ്ച അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ നല്ല നല്ല കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ജാമിയ മസ്ജിദിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ പള്ളിയിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. മസ്ജിദിലേക്ക് ഒരു പഴയ പള്ളിയാണ്, കുറേ വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജാമിയ മസ്ജിദിനെ കുറിച്ചിട്ട് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളും ഞാൻ അവിടെ നിന്ന് ഇവിടുന്ന് ശേഖരിച്ചിട്ട് അറിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല, എന്നാലും ഞാൻ എനിക്ക് അറിയുന്നത് പോലെ പറഞ്ഞുതരാം കേട്ടോ. ഇന്ത്യയിലെ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലെ ഒരു പള്ളിയാണ് ജുമാ മസ്ജിദ്, ജാമിയ മസ്ജിദ്. പഴയ നഗരത്തിലെ നൗഹട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മസ്ജിദ് സുൽത്താൻ സിക്കന്ദർ CE 1394 കമ്മീഷൻ ചെയ്യുകയും CE 1402 പൂർത്തിയാക്കുകയും ചെയ്തു. മിർ സയ്യിദ് അലി ഹമദാനിയുടെ മകൻ മിർ മുഹമ്മദ് ഹമദാനിയുടെ നിർദ്ദേശപ്രകാരം കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ശ്രീനഗറിലെ മതരാഷ്ട്രീയ ജീവിതത്തിന്റെ മധ്യമേഖലയായ ഡൗൺ ആണ് ഈ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളിലും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ ശ്രീനഗറിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണിത്. പിന്നെ ഒരിക്കലും ഇവിടെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ നാശനഷ്ടം കാരണം കുറച്ചു കാലം ഇത് അടച്ച് ഇട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ 1672 ഔറംഗസീബ് സ്ഥാപിച്ചതാണ് ഈ നിലവിലുള്ള പുനർനിർമ്മാണം. 1885 1925 CE ഭരണകാലത്താണ് അവസാന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നത്. ഒരു കാലത്ത് 10,000 മനുഷ്യന്മാർ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ പ്രാർത്ഥന നിർവഹിച്ചിരുന്ന ഒരു മസ്ജിദാണിത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ലാന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ കേട്ടറിവ് വെച്ചിട്ട് അങ്ങനെ ഇപ്പം അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. പിന്നെ ഭാര്യയും ഭർത്താവും ആയിക്കോട്ടെ, ഉമ്മയും മോനും ആയിക്കോട്ടെ, ആരും സ്ത്രീയും പുരുഷനും അവിടെ ഒക്കെ കൈപിടിച്ചിട്ടും അടുത്തൂടെ നടക്കാനൊന്നും പറ്റില്ല ഈ പള്ളിയിൽ. പിന്നെ ഏത് മതക്കാർക്കും പ്രവേശിക്കാം കേട്ടോ, ഷോളിലൊട്ടിച്ച് പ്രവേശിക്കാം. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് കാഴ്ചകളും നമ്മുടെ മസ്ജിദെല്ലാം സന്ദർശിച്ചിട്ട് നമ്മൾ അവിടെ തന്നെയുള്ള സ്ട്രീറ്റിലേക്ക് ഇറങ്ങി കേട്ടോ. ഈ കാണുന്നത് അവിടുത്തെ എന്തോ ഒരു സ്വീറ്റാണ്. നമ്മുടെ ആ ഒരു പൂരിയില്ലേ, അത് വലിയ രീതിക്ക് പരത്തിയിട്ട് ഇവർ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കും. എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ ഒരു റൊട്ടി അല്ലെങ്കിൽ പൂരി, നമ്മളെ ഭാഷയിൽ എന്ത് പറയാം, അപ്പം അവരുടെ ആ ഒരു റൊട്ടി ഒരു ചെറിയ പീസാക്കിയിട്ട് ഒരു ഹൽവ പോലത്തെ ഒരു സ്വീറ്റും കൂടി അതിൽ, ഹൽവ പോലത്തെ ഒരു സ്വീറ്റ്, അതാണ് സ്വീറ്റ്. അപ്പം അത് അതിൽ ആഡാക്കിയിട്ട് നമ്മൾ ഷവർമ്മ റോൾ ചെയ്യുന്ന പോലെ ഇങ്ങനെ ചുറ്റിയിട്ട് തരും. ഇത് നമുക്ക് കഴിക്കാനായിട്ട് ഫ്രീ ആയിട്ട് തന്നതാണ് കേട്ടോ, ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ആ ടേസ്റ്റ്, എന്നാലും ട്രൈ ചെയ്യാം എന്നേ ഉള്ളൂ കേട്ടോ. അവരത് തന്നുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഷെയർ ആക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നറിഞ്ഞു. പിന്നെ ഒരു ലോട്ടസിൻ്റെ ആ തണ്ട് ഫ്രൈ ചെയ്തത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വെറുതെ തരും, കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങാം. അങ്ങനെ
അപ്പോൾ നമ്മൾ അവിടെ സ്ട്രീറ്റിലെല്ലാം ജസ്റ്റ് ഒന്ന് കറങ്ങി നമ്മൾ വേറെ ഒരു സ്ഥലത്തെത്തി. ഇതാണ് ഹസ്രത് പാൽ ദർഗ. ഇവിടെയും എല്ലാ മതക്കാർക്കും സന്ദർശിക്കാമെന്നാണ് തോന്നുന്നത്. ഷോളെല്ലാം ഇട്ട് നമ്മൾ ഹിജാബെല്ലാം ഇട്ട് കവർ ചെയ്തിട്ട് വേണം നമ്മൾ പള്ളിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് കയറി. നമ്മൾ പിൻഭാഗത്തെ കൂടിയാണ് പോകുന്നത്, സ്ത്രീകൾ കേട്ടോ. നമുക്ക് മുൻഭാഗത്തേക്ക് പ്രവേശനമില്ല, അങ്ങനെയായിട്ടാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ഹസ്രത് പാൽ ദർഗയെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാം. കാശ്മീരിലെ ഏറ്റവും പവിത്രമായ മുസ്ലിം ആരാധനാലയമായി കണക്കാക്കപ്പെടുന്നത് ഹസ്രത് പാൽ ദേവാലയമാണ്. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണെന്ന് വിശ്വസിക്കപ്പെടുന്ന മോയി ഇ മുഖദ്ദാസ് എന്ന വിശുദ്ധ തിരുശേഷിപ്പ് സംരക്ഷകയായിരുന്ന ഇനായത്ത് ബീഗമാണ് ഈ പള്ളി സ്ഥാപിച്ചത്. 1700 ഈ തിരുശേഷിപ്പ് കാശ്മീരിലേക്ക് കൊണ്ടുവന്നത്. 17ാം നൂറ്റാണ്ടിൽ ഷാജഹാൻ ചക്രവർത്തിയുടെ സുബേദാർ സാദിഖ് ഖാനാണ് ഈ പള്ളി യഥാർത്ഥ കെട്ടിടം നിർമ്മിച്ചത്. കൊട്ടാര സമാനമായ കെട്ടിടം ഇസ്രത് ജഹാൻ ആനന്ദ ഭവനം എന്നാണ് അറിയപ്പെടുന്നത്. 1634 ചക്രവർത്തി കെട്ടിടം ഒരു പ്രാർത്ഥനാ ഹാളാക്കി മാറ്റാൻ ഉത്തരവിട്ടു. കാശ്മീരിലെ ഒരേ ഒരു താഴികക്കുടമുള്ള പള്ളിയാണിത്. അങ്ങനെ നമ്മൾ ദർഗയിലും കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ, സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. അവിടെ ഉണ്ട് ഒരു കാശ്മീരി മലയാളം സംസാരിക്കുന്നത്. അങ്ങനെ അവരെ സംസാരമെല്ലാം കേട്ട് അവർ കുറച്ച് ഫേമസ് ആണ്, അധിക വീഡിയോസിലെല്ലാം കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുത്തെ പച്ചക്കറി കടയും സ്ട്രീറ്റും ഒക്കെ നമ്മളിങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്നു. പിന്നെ അവിടുന്ന് ചായപ്പൊടി, പിന്നെ കുരുമുളക്, അങ്ങനത്തെ ഫ്രഷ് അല്ലേ ഇവിടുത്തെ സംഭവം. അപ്പം അതിലൊന്നും മണത്ത് രുചിച്ചൊക്കെ നോക്കി. പിന്നെ അവിടുന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ ഹുക്ക എന്നല്ല പറയാം, അപ്പോൾ ആ ഒരു സംഭവം വലിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളതെല്ലാം നോക്കി പിന്നെ വേറെ ഒരു ഗാർഡനിലേക്ക് പോയി കേട്ടോ. രണ്ടും നമ്മൾ ദർഗ മസ്ജിദൊക്കെ എല്ലാം സന്ദർശിച്ച് അതിനെക്കുറിച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഗാർഡനിലേക്ക് പോയി. ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിഷാദ് ഗാർഡൻ എന്നാണ് ഈ ഒരു ഗാർഡൻ്റെ പേര്. അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് ഒന്ന് കാണാം കേട്ടോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത്. അതായത് നമ്മൾ കാശ്മീർ ഡ്രസ്സ് ഒന്ന് വിയർ ചെയ്തിട്ട് കാണലില്ലേ, ഇങ്ങനെ നമുക്ക് കാശ്മീർ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഫോട്ടോസെല്ലാം കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു സംഭവം. അപ്പോൾ നമ്മൾ വിചാരിച്ച്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും അവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ടാണ്, വിചാരിച്ച് നമുക്കൊന്ന് ഒരു ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഒന്ന് ഫോട്ടോ എല്ലാം എടുക്കാനും. ആ ഒരു കാശ്മീരി ഡ്രസ്സ് ഇട്ടിട്ട് കുറേ ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കാണാം. അപ്പോൾ നമ്മളും വിചാരിച്ചു ഏതായാലും കണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഡ്രസ്സ് സെലക്ട് ആക്കിയിട്ട് ഇടാൻ വിചാരിച്ചു. അങ്ങനെ ഞാനോളും ഒരു ഡ്രസ്സ് സെലക്ട് ആക്കി. ഒരേ കളർ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറേ അധികം കളേഴ്സ് ഉണ്ടായിരുന്നു. കുറേ അധികം എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു മെറൂൺ കളർ സെലക്ട് ആക്കി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്ക്, ഈ ഒരു ഗാർഡൻ തന്നെ വേറെ ഒരു ഏരിയയാണ് കേട്ടോ ഇത്. അവിടെ നമുക്ക് കുറച്ച് സമയം ഇരിക്കും, സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. നമ്മളവിടെ കുറച്ച് സമയം ഇരുന്നു. എനിക്ക് അവിടെ നല്ല പ്ലേസ് ആയിക്കൊണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി കുറച്ച് ഫോട്ടോസ് എടുത്തു, കപ്പിൾ ഫോട്ടോസ് എടുത്തു കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചുമ്മാ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ഗാർഡനിൽ നിന്ന് ഇറങ്ങി പുറത്തുനിന്ന് ഒരു ഐസ്ക്രീം എന്ന് പറയാൻ പറ്റില്ല, ഒരു സംഭവം മേടിച്ചു കേട്ടോ. ഫലൂഡ എന്നാണ് ഓരോ പറയുന്നത്. പക്ഷെ നമ്മൾ ഗൈഡ് ആദ്യം പറഞ്ഞു അത് വാങ്ങണ്ടെന്ന്. പക്ഷെ നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടിയിട്ട് ആദ്യം ഓരോന്നോരോന്ന് വാങ്ങാൻ വിചാരിച്ചാൽ പിന്നെ വിചാരിച്ച് അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് അപ്പം ഒന്ന് വാങ്ങിച്ച് എല്ലാവരും കഴിച്ചു കേട്ടോ. അപ്പം വലിയ ടേസ്റ്റൊന്നുമില്ല, ഒരു മാതിരി നമുക്കൊന്നും ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ദാൽ ലേക്കിൻ്റെ അവിടെ എത്തി.
അവിടെ നിന്ന് തന്നെ നമ്മുടെ വണ്ടി വേറൊരു ഹോട്ടലിലേക്ക് വിട്ടു. അവിടെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ചു. കാരണം കുറേ ടൈമായില്ലേ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും ഓംലെറ്റും കഴിച്ചിട്ട് ഇരിക്കുകയാണ്. പിന്നെ അങ്ങനെ ഒന്നും കഴിച്ചിട്ടും കുടിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് കയറി. നമ്മൾ ഇവിടെ വന്നിട്ട് കുറേ പ്രാവശ്യം നമ്മൾ വാങ്ങിച്ച ഒരു ഐറ്റമാണ് ഈ ഒരു റൊട്ടി എന്ന് പറഞ്ഞത്. നമ്മൾ നാട്ടിലൊന്നും നമ്മളിത് വാങ്ങിച്ച് കഴിക്കാറൊന്നുമില്ലല്ലോ. ഇവിടെ വന്നിട്ട് നമുക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് നമ്മൾ കുറേ ടൈം വാങ്ങിച്ചു കിട്ടാം, അല്ല കുറേ പ്രാവശ്യം വാങ്ങിച്ചു കിട്ടാം. അതിൻ്റെ കൂടെ തന്നെ ചനാ മസാല അങ്ങനെ തന്നെ പറയല്ലേ, എനിക്ക് ഓർമ്മയില്ല. അപ്പം അതും മേടിച്ചു. അപ്പം നല്ല കോംബോ ആണ് കേട്ടോ ഈ ഒരു ഐറ്റം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഫിറ്റായി, നമ്മൾ എനർജി ബൂസ്റ്റ് ചെയ്ത് നമ്മൾ ദാൽ ലേക്കിലേക്ക് ഇറങ്ങാണ് കേട്ടോ. എന്തൊരു കൂൾ ആൻഡ് കാമാണെന്നറിയുക ആ ഒരു ദാൽ ലേക്കിലുള്ള ഒരു എന്താ പറയുക സഞ്ചാരം. അപ്പം അവിടെ ഫ്രൂട്ട്സ് വിൽക്കുന്ന ആൾക്കാർ, കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദാൽ ലേക്കിൽ പിന്നെ നമ്മൾ അവിടുന്ന് കാവ എന്ന് പറഞ്ഞൊരു സംഭവം മേടിച്ചു. പോലീസാണോ പൈസ? ഹസ്ബൻഡിനായ സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു ഹെർബ്സ് മറ്റേ റോസ് പെറ്റൽസ് ഒക്കെ ഇട്ടിട്ടാണ് ആ സംഭവം. അത്രക്കൊന്നും ഇല്ലാന്ന് തോന്നല്ലോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അത് സംഭവം ഹെൽത്തിയാണ്, തലവേദന അങ്ങനെ ഇങ്ങനെയെല്ലാം പെട്ടെന്ന് മാറും, അങ്ങനെ എന്തോ സംഭവമാണ് കേട്ടോ. പിന്നെ ഒരാൾക്ക് ഈ ഇവിടുന്ന് ഒരാൾ തുഴയുന്ന കണ്ടിട്ട് തുഴയാൻ തോന്നി. എന്നിട്ട് അവിടെ പോയിട്ട് കുറച്ച് തുഴഞ്ഞു വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല ഭയങ്കര കഷ്ടപ്പാടാണെന്നെല്ലാം പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ദാൽ ലേക്കെല്ലാം കണ്ട്. പിന്നെ അവിടുത്തെ കുറേ അങ്ങ് മല കണ്ടോ. അപ്പോൾ ആടെല്ലാം ഫുള്ള് മഞ്ഞ് മൂടിയിട്ടുണ്ടാവില്ല. നമ്മൾ ആ ഒരു സീസണിലല്ല പോയത്. പിന്നെ ദാൽ ലേക്കിനെ കുറിച്ച് ഞാൻ അധികം ഒന്നും പറയുന്നില്ല, പറഞ്ഞ് ചളമാക്കുന്നില്ല കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ പിന്നെ ആ ഒരു ദാൽ ലേക്കിലെ സഞ്ചാരം എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ സൂര്യാസ്തമയമൊക്കെ കണ്ടിട്ട് നമ്മുടെ വീട്ടിലേക്ക്, നമ്മളെ ഹൗസ് ബോട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വ്ളോഗ് എന്ന് പറയുന്നത്. കുട്ടികളെ കുറച്ച് ലെങ്തായിപ്പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ കാശ്മീരിലെ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പം ഇനിയും വ്ളോഗ് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഹൗസ് ബോട്ടിൽ പോയിട്ട് പച്ചരിച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയും ചുട്ട പപ്പടമായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.